പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും അബാക്കസ് പരിശീലനത്തിലേക്ക് സ്വാഗതം. പുതിയതായി അബാക്കസ് പരിശീലനം നടത്തുന്നവർ ഒന്നാമത്തെ പാർട്ട് മുതൽ തന്നെ ചെയ്തു പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വലത് കൈയുടെ തമ്പ് ഫിംഗറാണ് ആഡ് 1, ഇൻഡെക്സ് ഫിംഗർ ലെസ് 1. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നോക്കണം. 5 ഇൻഡെക്സ് ഫിംഗറാണ്, ആഡും ലെസ്സും. ഇടത് കൈയുടെ ഇൻഡെക്സ് ഫിംഗറാണ് 10, 20 ഇവയ്ക്ക് ഉപയോഗിക്കുക, ആഡും ലെസ്സും. 50ക്ക് മിഡിൽ ഫിംഗർ, ആഡും ലെസ്സിനും അത് തന്നെയാണ് ഉപയോഗിക്കുക. വിരലുകൾ ഒരു കാരണവശാലും മാറി ഉപയോഗിക്കരുത്, അതാത് വിരൽ തന്നെ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 50 ഇടത് കൈയുടെ മിഡിൽ ഫിംഗർ കൊണ്ട് 50 എടുത്തു. പിന്നെ 10 എടുക്കണം, ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 10 എടുത്തു. പിന്നെ 30 ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് 30 എടുത്ത്. അപ്പോൾ ഫുൾ ഉണ്ട് 90, 90 കിട്ടി. ആൻസർ 90. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 60, 60. 50യും 10ഉം 50ഉം 10 എടുത്തു. പിന്നെ 20 കൂട്ടണം, 20 കൂട്ടി. 20 കുറയ്ക്കണം, 20 കുറച്ചു. ആൻസർ 60 ഉണ്ട്. 60 എഴുതി, 60. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 30 കൂട്ടണം, 30 എടുത്തു. 60, 50ഉം 10ഉം എടുത്ത് 60 കിട്ടി. 70 കുറക്കണം, 70, 70 കുറച്ചു. അവിടെ 2 10ൻ്റെ ബീഡ്സ് മാത്രമേ ഉള്ളൂ. 20 ആൻസർ, 20 എഴുതി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10 കൂട്ടണം, ഇടത് കൈയാണ് 10 എടുത്തു. 50 ഇടത് കൈ കൊണ്ട് 50 എടുത്ത്. 1 എടുത്ത് വലത് കൈ കൊണ്ട് 61, 61 ആൻസർ കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 70 എടുക്കണം, 50ഉം 20ഉം ഒരുമിച്ചെടുത്തു. 12, 10ഉം 2ഉം ഒരുമിച്ചെടുക്കണം. 30 കുറയ്ക്കണം. അപ്പോൾ 50 ഉണ്ട്, 2 ഉണ്ട്. 10സിൽ 50ഉം 1സിൽ 2ഉം 52 ആൻസർ എഴുതി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇടയ്ക്ക് നമ്മൾ സെറ്റ് 0 ആക്കണം. സെറ്റ് 0 നമ്മൾ നേരത്തെ പഠിച്ചാണ്, 0യിൽ സെറ്റ് ചെയ്തു. ആറാമത്തിൽ ആദ്യം 29, 20ഉം 9, 2 കൈ ഉപയോഗിച്ചു. 50 എടുക്കണം, 15ൻ്റെ വിരൽ ഉപയോഗിച്ചു. 60 50ഉം 10ഉം കുറയ്ക്കണം, ഒരുമിച്ച് കുറയ്ക്കണം. പിന്നെ 10 ആഡ് ചെയ്യണം, 10 കൂട്ടി. അപ്പോൾ 2ഉം 9ഉം ഉണ്ട്, 29, 29 കിട്ടി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോക്കാൻ പോണത്. 10 കൂട്ടണം, 10ൻ്റെ വിരലുകൊണ്ട് 10 കൂട്ടി. 60 ഒരുമിച്ചെടുക്കണം, ഇടത് കൈ കൊണ്ടാണ്. 60 എടുത്തു. 70 ഒരുമിച്ച് കുറയ്ക്കണം, ഇടത് കൈ കൊണ്ട് തന്നെയാണ്. 50ഉം ഇടത് കൈ കൊണ്ട് എടുക്കും. അപ്പോൾ അവിടെ 50 മാത്രമേ ഉള്ളൂ. ആൻസർ 50 എഴുതി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. എട്ടാമത്തേൽ 54, ഇടത് കൈയും വലത് കൈയും ഉപയോഗിച്ചു. 40ഉം കൂടി കൂട്ടി. 60 കുറയ്ക്കണം, 50ഉം അവസാനത്തെ 10ഉം കുറച്ചു. 65 കൂട്ടണം, ഒരുമിച്ച് ചെയ്യാം കേട്ടോ, ഒരുമിച്ച് ചെയ്തു. അപ്പോൾ 9, 99 ആൻസർ കിട്ടി. 9ഉം പിന്നെ 9ഉമാണ് കിട്ടിയത്. അപ്പോൾ 99 കിട്ടി. ഇടയ്ക്ക് നമ്മൾ സെറ്റ് 0 ആക്കി. 9ാമത്തെ കണക്കിൽ 54, 50ഉം 4ൻ്റെ വിരലുകൊണ്ട് 4 എടുത്തു. 30 കൂട്ടണം, 10സിൻ്റെ വിരലുകൊണ്ട് 30 എടുത്തു. 70 കുറയ്ക്കണം, 50ഉം അടിയിലെ 20 കുറച്ച് കേട്ടോ, 70 കുറച്ചു. 70 കൂട്ടണം, 70 കൂട്ടി, 70 കൂട്ടി. അപ്പോൾ 8 പിന്നെ 4 ഉള്ളത്, 84, 84 ആൻസർ കിട്ടി. അപ്പോൾ നമ്മൾ 84 എഴുതി. 10ാമത്തെ കണക്കാണ് കേട്ടോ. 10ാമത്തേൽ 60 കൂട്ടുക, 50ഉം 10ഉം ഇടത് കൈ കൊണ്ട് എടുക്കണം. 60 കൂട്ടി. 50 കുറയ്ക്കണം, 50 കുറച്ചു. 20 കൂട്ടണം, ഇടത് കൈ കൊണ്ട് തന്നെയാണ്. 2, 10 എടുത്തു. 5, വലത് കൈയിൻ്റെ 5ൻ്റെ വിരലുകൊണ്ട് 5 എടുക്കണം. ആൻസർ 3ഉം 5ഉം 35. 10സിൽ 3ഉം 1സിൽ 5. കുട്ടികൾ ശ്രദ്ധിക്കണം, ഓരോന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. 50ഉം 2ഉം എടുക്കുക. പിന്നെ 50 കുറച്ചു, ഇടത് കൈ കൊണ്ടാണ്, മിഡിൽ ഫിംഗറാണ്. പിന്നെ 60 കൂട്ടണം,
രണ്ട് വിരൽ ഉപയോഗിച്ചു, ഇടത് കൈയുണ്ട്. 10 കുറയ്ക്കണം, ടെൻസിൻ്റെ വിരലുണ്ട്. 10 കുറയ്ക്കണം, 52 ആൻസർ കിട്ടി. 52 കിട്ടി. 60 കൂട്ടിയത്. 12ാമത്തെ ക്വസ്റ്റ്യനാണ്. 60 കൂട്ടി, പിന്നെ 60 കുറച്ചു, അതങ്ങനെ തന്നെ ആക്കി. പിന്നെ 50 കൂട്ടി, പിന്നെ 41 ഒരുമിച്ചെടുക്കണം. 41 ഒരുമിച്ചെടുക്കണം. രണ്ട് കൈയിൻ്റെ രണ്ട് വിരൽ ഉപയോഗിച്ചാണ്. ആൻസർ 9 1 കിട്ടി, 91 കിട്ടി. 13ാമത്തേൻ്റെ ആൻസർ നോക്കാം. 13 ആഡ് 62 ആണ്. 62 കൂട്ടി, 32 കൂടി കൂട്ടണം. 30ഉം 2 ഒരുമിച്ച് കൂട്ടി. 72 കുറയ്ക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരുമിച്ച് കുറയ്ക്കണം. 70ഉം പിന്നെ 2ഉം ഒരുമിച്ചാണ് കുറയ്ക്കേണ്ടത്. പിന്നെ 70 കൂട്ടി, 50ഉം 20ഉം കൂട്ടുക. 70 കൂട്ടി. അപ്പോൾ 9 ഉണ്ട്. ടെൻസിൽ 9ഉം വൺസിൽ 2 ആണ്. 92 ആണ്. LKG കുട്ടികൾക്ക് 92 ഒന്നും അറിയില്ലെങ്കിൽ അവരിത് ചെയ്തിട്ട് 9ഉം 2ഉം കിട്ടിയെന്ന് പറയാണ് ചെയ്യുക. 14ാമത്തെ ക്വസ്റ്റ്യൻ ആഡ് 55 55 കൂട്ടി, 50 കുറച്ചു, 70 കൂട്ടി, 60 കുറച്ചു. ആൻസർ 15 കിട്ടി. 1ഉം 5ഉം കിട്ടി, 15 എഴുതി. വീണ്ടും നമ്മൾ സെറ്റ് 0 ആക്കി. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 70 ആണ്. 50ഉം 20ഉം ഇടത് കൈ കൊണ്ടാണ് എടുത്തത്. 60 കുറയ്ക്കണം. 50ഉം അവസാനത്തെ 10ഉം കുറച്ചു. 30 കൂട്ടി, 50ഉം കൂട്ടി. അപ്പോൾ 90 കിട്ടി. ടെൻസിൽ മാത്രമേ ഉള്ളൂ. ഫുൾ ബീഡ്സ് കിട്ടിയപ്പോൾ 90 എഴുതി. വൺസിൽ 0 ആണ് കിട്ടിയത്. 0 എഴുതി. 16ാമത്തെ നോക്കാം. 58 58 50ഉം 8ഉം ഒരുമിച്ചെടുക്കണം. അതിന് 55 കുറയ്ക്കണം. 50ഉം 5ഉം ഒരുമിച്ച് കുറയ്ക്കണം. 61 ആഡ് ചെയ്യണം. 60ഉം 1ഉം ഒരുമിച്ചെടുക്കണം. 63 ലെസ് ചെയ്യണം. 60ഉം 3ഉം ഒരുമിച്ച് ലെസ് ചെയ്യണം. ഒരു ബീഡ്സ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പൊട്ടിപ്പിടിച്ചിങ്ങോട്ട് പോരരുത്. ഒരു ബീഡ്സ് അവിടെ ഉണ്ട്. ആൻസർ 1 എഴുതി. 1 കിട്ടി. 17ാമത്തെ നോക്കാം. 56 ഒരുമിച്ചെടുക്കണം. 5ഉം 6ഉം എടുത്ത് 56. ആ 56 അതേമാതിരി ലെസ് ചെയ്ത് കളഞ്ഞു. 70 എടുക്കണം. ഒരുമിച്ച് 70 എടുത്തു. 60 ലെസ് ചെയ്യണം. 50ഉം 10ഉം 60 ലെസ് ചെയ്തു. ആൻസർ 10 കിട്ടി. 1ഉം 0 ആണ് കിട്ടിയത്. 10 കിട്ടി. 10 എഴുതി. 18ാമത്തെ ക്വസ്റ്റ്യനിൽ 65 60ഉം 5ഉം ഒരുമിച്ചെടുത്തു. 22 ആണ്. 20ഉം 2ഉം ഒരുമിച്ച് തന്നെ എടുക്കണം. 20ഉം 2ഉം എടുത്തു. 77 കുറയ്ക്കണം. 50ഉം 20ഉം ആണ് കേട്ടോ. ലാസ്റ്റത്തെ 20ഉം 50ഉം കുറച്ചു. 77 കുറച്ചു. 11 കൂട്ടണം. നമ്മൾ 11 കൂട്ടി. 21 ആൻസർ കിട്ടി. 2 1 കിട്ടിയത്. 21 എഴുതി. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 25 ആണ്. 20ഉം 5ഉം എടുക്കണം. 25. 62 ആണ്. ഒരുമിച്ചെടുക്കണം. 60 2 ഒരുമിച്ചെടുക്കണം. 70 കുറയ്ക്കണം. 50ഉം ലാസ്റ്റിലെ 20 ആണ്. 70 കുറച്ചു. 10 ആഡ് ചെയ്യണം. 10ൻ്റെ പേരിലുണ്ട് 10 ആഡ് ചെയ്യണം. അപ്പോൾ ടെൻസിൽ 2ഉം വൺസിൽ 7 ആണുള്ളത്. 27 ആൻസർ. 27. വിരൽ ഒരു കാരണവശാലും മാറാതെ ചെയ്യണം. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യനാണ്. 64 60ൻ്റെ കൂടെ തന്നെ 4 എടുക്കണം. ശ്രദ്ധിക്കേണ്ട. 64 ഒരുമിച്ചെടുക്കണം. 64 കിട്ടി. ഇനി 62 കുറയ്ക്കണം. 60ഉം ലാസ്റ്റത്തെ 2ഉം 62 കുറച്ചു. 50 കൂട്ടണം. 50ൻ്റെ വിരലുകൊണ്ട് 50 കൂട്ടി. 40 കൂട്ടണം. 40യുടെ വിരലുകൊണ്ടാണ് കൂട്ടിയത്. അപ്പോൾ ടെൻസിൽ 9ഉം വൺസിൽ 2ഉം ഉള്ളത്. 92 എഴുതി. 92. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 69 60ഉം അതിൻ്റെ കൂടെ നമ്മൾ 9 ഒരുമിച്ചെടുത്തു. 20 കൂട്ടണം. അടിയിൽ 20 കൂട്ടി. 73 ഒരുമിച്ച് കുറയ്ക്കണം. 70ഉം 3ഉം കുറച്ചു. 10 ആഡ് ചെയ്തു. അപ്പോൾ ടെൻസിൽ 2ഉം വൺസിൽ 6ഉം ആണ്. 26 എഴുതണം.
അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യനാണ്. ആഡ് 74 ആണ്. 74 എടുത്തു. 63 കുറയ്ക്കണം. 60ഉം അടിയിലെ 3ഉം കുറച്ചു. 63 കുറച്ചു. 50ൻ്റെ വിരൽ കൊണ്ട് 50 ആഡ് ചെയ്യണം, വിരൽ മാറരുത്. പിന്നെ 61 ലെസ് ചെയ്യണം. 60ഉം ലെസ് 1ഉം ലെസ് ചെയ്തു. അപ്പോൾ ഒന്നുമില്ലാത്തപ്പോൾ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 0 കിട്ടി. ഇനി നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 55 എടുത്തു. 50 ലെസ് ചെയ്യണം. 50 ലെസ് ചെയ്തു. 73 എടുത്തു. 53 ലെസ് ചെയ്യണം. 50ഉം 3ഉം ലെസ് ചെയ്തു. 25 ആൻസർ 2ഉം 5ഉം ആണ് കിട്ടിയത്. 25 എഴുതുക. ഇനി നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24. അപ്പോൾ അതിൽ ആഡ് 42 ആണ്. ആദ്യം നമ്മൾ 42 ആണ് ആഡ് ചെയ്യേണ്ടത്. 40 ടെൻസിൽ 40 എടുക്കണം, വൺസിൽ 2. 42 എടുത്തു. ഇനി 52 എടുക്കണം, വിരൽ മാറാതെ 52 എടുത്ത് 70 ലെസ് ചെയ്യണം. അപ്പോൾ 50ഉം ലാസ്റ്റ് 20 ലെസ് ചെയ്തു. 20ഉം കൂടി ലെസ് ചെയ്യണം. 20ഉം ലെസ് ചെയ്തു. അപ്പോൾ വൺസിലാണുള്ളത്. 4 ബാക്കിയുണ്ട്. അപ്പോൾ 4 എഴുതി. ഇനി നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്. വിരലുകളൊന്നും മാറാതെ ചെയ്യണം. 72 ആണ് കേട്ടോ ആദ്യം നമ്മൾ എടുക്കേണ്ടത്. ടെൻസിൽ 7ഉം വൺസിൽ 2 ആണ് എടുക്കേണ്ടത്. വിരൽ മാറത്. 72 എടുത്ത് 71 ലെസ് ചെയ്യണം. 1 പോയിട്ടുള്ളൂ. 71. 50 ആഡ് ചെയ്യണം. 50 ആഡ് ചെയ്തു. 40 ആഡ് ചെയ്യണം. 4 ടെൻസ് ആഡ് ചെയ്തു. അപ്പോൾ 9ഉം ഉണ്ട് 1ഉം ഉണ്ട്. ആൻസർ 91 കിട്ടി.